നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. മിഷൻ 10th പ്രിലിംസിന്റെ അടുത്ത ക്ലാസ് ആണ്. അപ്പൊ ഇതുവരെയുള്ള ക്ലാസ്സുകൾ എല്ലാവരും കണ്ടോ? എങ്ങനെയുണ്ട് ക്ലാസ്സുകളൊക്കെ? താഴെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ അഭിപ്രായമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു പ്രചോദനം. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട്. താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവര് അപ്പൊ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. സ്റ്റാർട്ട് ചെയ്താലോ? പിന്നെ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അത് താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം 2025 PSC നടത്തിയ 10th പ്രിലിംസ് പരീക്ഷയിലെ ചോദ്യപേപ്പറാണ്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ DS കോത്താരിയാണ് ഇപ്രകാരം പറഞ്ഞത്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ DS കോത്താരി. അപ്പൊ 1964-66 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ഇതിന്റെ ചെയർമാൻ ആയിരുന്നു UGCയുടെ മുൻ ചെയർമാൻ കൂടിയായ ഡോക്ടർ DS കോത്താരി. DS എന്നാൽ ദൗലത് സിംഗ് കോത്താരി. ദൗലത് സിംഗ് കോത്താരി എന്ന DS കോത്താരി. അപ്പോൾ DS കോത്താരി സമർപ്പിച്ച റിപ്പോർട്ട്, കോത്താരി കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പേരെന്തായിരുന്നു? എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ്. എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് എന്നതാണ് ആ ഒരു റിപ്പോർട്ടിന്റെ പേര്. വിദ്യാഭ്യാസവും ദേശീയ വികസനവും. ഈ റിപ്പോർട്ടിന്റെ ആമുഖത്തിലാണ് പ്രശസ്തമായ ഈ ഒരു വാചകം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ കോത്താരി കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പേരെന്തായിരുന്നു? എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് അഥവാ വിദ്യാഭ്യാസവും ദേശീയ വികസനവും എന്നായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ ആമുഖത്തിലാണ് പ്രശസ്തമായ ഈ ഒരു വാചകം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10+2+3 ഘടന, അതായത് ഇന്ത്യയിലെ 10+2+3 എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് +2 ബിരുദം എന്ന വിദ്യാഭ്യാസ ഘടന നിർദ്ദേശിച്ചത് ഏത് കമ്മീഷനാണ്? കോത്താരി കമ്മീഷനാണ്. ഈ കമ്മീഷന്റെ ശിപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം വർഷേത 1968 നിലവിൽ വന്നത് എന്നുകൂടി ഓർക്കുക. ബാക്കി ഓപ്ഷൻ നോക്കിക്കേ. ലക്ഷ്മണസ്വാമി മുതലിയാർ 1952-53 കാലഘട്ടത്തിൽ നിയമിതമായ കമ്മീഷനാണ്. അപ്പൊ 1952-53 സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ അഥവാ മുതലിയാർ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു ആര്? ലക്ഷ്മണസ്വാമി മുതലിയാർ. ഇന്ത്യയിലെ മൾട്ടിപർപ്പസ് സ്കൂളുകൾ, കോ എഡ്യൂക്കേഷൻ എന്നിവ നിർദ്ദേശിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. അടുത്ത ഓപ്ഷൻ സി, ഡോക്ടർ രാധാകൃഷ്ണൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായ സർവകലാശാല കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ S രാധാകൃഷ്ണൻ. 1948-49 കാലഘട്ടത്തിലാണ് ആ ഒരു കമ്മീഷൻ നിയമിതമായത്. UGC രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. അടുത്ത ഓപ്ഷൻ എ, ഗാന്ധിജി. ഗാന്ധിജിയുടെ വാർധാ പദ്ധതിയാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രധാന പദ്ധതി. ഏത് വർഷമാണ്? 1937 ആണ്. 1937 അദ്ദേഹം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ വിദ്യാഭ്യാസ പദ്ധതി, അല്ലെങ്കിൽ നയീം താലീം എന്ന് പറയും. നയീ താലീം, അടിസ്ഥാന വിദ്യാഭ്യാസം എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു ഏതിന്റെ കാതൽ? നയീ താലീത്തിന്റെ കാതൽ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടിയല്ലോ. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 4 ഓപ്ഷൻസും കവർ ചെയ്തിട്ടുണ്ട്. അടുത്തതിലേക്ക് പോകാം. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ മാസം 10 ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. അപ്പൊ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ നിയമം പാസാക്കിയ വർഷം ഏത്? താഴെന്ന് കമന്റ് ചെയ്തേ. ഈസിയാണ്. ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ നിയമം പാസാക്കിയ വർഷം ഏതാണെന്ന് പറയുക. അപ്പൊ ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ
1948 ഡിസംബർ മാസം 10 ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭ അഥവാ UN ജനറൽ അസംബ്ലി സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചത്. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നോർക്കുക. ഈ ഒരു പ്രഖ്യാപനത്തിൽ, അതായത് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ എത്ര ആർട്ടിക്കിളുകൾ ഉണ്ടായിരുന്നു? 30 അനുച്ഛേദങ്ങൾ. മനുഷ്യാവകാശങ്ങളുടെ അന്താരാഷ്ട്ര പ്രമാണം അഥവാ മാഗ്ന കാർട്ട ഓഫ് മാൻകൈൻഡ് എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ പ്രഖ്യാപനമാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ നിയമം പാസാക്കിയ വർഷം ഏത്? താഴെ കമന്റ് ചെയ്യുമല്ലോ. ഇനി ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. ഓപ്ഷൻ ബി ഡിസംബർ 1. ഡിസംബർ 1ന്റെ പ്രത്യേകത എന്താ? അതുകൂടി ഒന്ന് പറയൂ. അത് നിങ്ങളോടുള്ള ചോദ്യമാണ്. ഡിസംബർ 1ന്റെ പ്രത്യേകത എന്താണ്? ഡിസംബർ 24ന്റെ പ്രത്യേകത എന്താ? ദേശീയ ഉപഭോക്തൃ ദിനം, നാഷണൽ കൺസ്യൂമർ ഡേ ആണ് ഡിസംബർ 24. ഡിസംബർ 25ന്റെ പ്രത്യേകത എന്താ? ക്രിസ്മസ് ആണ്. അതല്ലാതെ ദേശീയ സദ്ഭരണ ദിവസം, ഗുഡ് ഗവേണൻസ് ഡേ. ഗുഡ് ഗവേണൻസ് ഡേ ആണ് ഡിസംബർ 25. ആരുടെ ബർത്ത്ഡേ ആണ്? അടൽ ബിഹാരി വാജ്പേയിയുടെ ബർത്ത്ഡേ ആണ്. സെറ്റ് അല്ലേ? 2 ക്വസ്റ്റ്യൻ ഇന്ന് മാക്സിമം ഫാക്ട്സ് കിട്ടിയല്ലോ. അടുത്തയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ VFA ബെവ്കോ LD ബാച്ച് കോഴ്സിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. VFAയുടെ എക്സാം ഡേറ്റ് വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എന്നാണ്? സെപ്റ്റംബർ മാസം 19 VFA നടക്കാനിരിക്കുന്നത്. ബെവ്കോ LD VFA സെയിം സിലബസ് ആയതുകൊണ്ട് തന്നെ ഒരു കോംബോ ബാച്ച് നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആണ്. ബെവ്കോയ്ക്ക് പ്രിലിംസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ബാച്ച് കോഴ്സ് ആണ്. ഫീസ് വരുന്നത് 1999. പക്ഷേ ഇപ്പോൾ മുഹറത്തിന്റെ ഓഫർ അവൈലബിൾ ആണ്. ഇതിൽ നിന്നും 10% ഡിസ്കൗണ്ടും കൂടി നിങ്ങൾക്ക് കിട്ടും. 1700 സംതിങ് ഫീസ് വരുന്നുള്ളൂ. മുഹറം എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു ഓഫർ ജൂൺ 30 മിഡ് നൈറ്റ് വരെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോഴ്സ് എടുക്കാവുന്നതാണ്. ഈ കോഴ്സ് മാത്രമല്ല, നമ്മുടെ ആപ്പിലെ ഒട്ടുമിക്ക കോഴ്സുകൾക്കും ഇപ്പൊ 10% ഡിസ്കൗണ്ട്, മുഹറം പ്രമാണിച്ച് 10% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. ചെക്ക് ചെയ്തോളാം. ഓക്കെ, പിന്നെ നമ്മൾ ജൂലൈ മാസം 6 വേരിയസ് LGSന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. 2027 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ LDCയുടെ അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് സീറ്റും കൂടെ ബാക്കിയുള്ളൂ. ഇതിലും നോട്ട് പ്രിന്റ് എടുക്കാൻ പറ്റും. ഇതിന്റെയും വാലിഡിറ്റി 2027 ഡിസംബർ 31. ഏകദേശം 1.5 വർഷത്തോളം നിങ്ങൾക്ക് വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. അപ്പൊ ഈ വർഷവും അടുത്ത വർഷവും നടക്കാനിരിക്കുന്ന ഒട്ടുമിക്ക പരീക്ഷകൾക്കും ഈ LDCയുടെ ബാച്ച് തന്നെ എടുത്താൽ മതി. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എത്രയും വേഗം തന്നെ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തോളാം. നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഐഫോണിലും യൂസ് ചെയ്യാം, ആൻഡ്രോയിഡ് ഫോണിലും യൂസ് ചെയ്യാം, കമ്പ്യൂട്ടറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയും എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സ്ആപ്പ് നമ്പർ കൂടി ഫസ്റ്റ് കമന്റ് കൊടുത്തേക്കാം. ചെക്ക് ചെയ്താൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. ശരി. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം. ശരിയാണ്. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ശരിയാണ്. അപ്പൊ ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. അപ്പൊ ഫിസ്ക്കൽ പോളിസി അഥവാ ധനനയം എന്നാൽ എന്താണ്? ഒരു രാജ്യത്തെ ഗവൺമെന്റ് അതിന്റെ വരുമാനം, പ്രധാനമായിട്ടും വരുമാനം വരുന്നത് ഏതിലൂടെയാ? ടാക്സ് അഥവാ നികുതിയിലൂടെയല്ലേ. അതുപോലെ ചെലവുകൾ, കടം വാങ്ങൽ, അതിനെ എന്തിലേക്ക് കണക്കാക്കുന്നത്? പൊതുകടത്തിലേക്കാണ് കണക്കാക്കുന്നത്. ഇവ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നയമാണ് ഫിസ്ക്കൽ പോളിസി അഥവാ ധനനയം. അപ്പൊ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ധനനയത്തെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും ശരിയാണ്. ആദ്യത്തെ പ്രസ്താവന ബജറ്റിൽ കൂടിയാണ് നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞില്ലേ? ഗവൺമെന്റ് ധനനയം പ്രഖ്യാപിക്കുന്നതും നടപ്പിലാക്കുന്നതും ഏതിലൂടെയാണ്? വാർഷിക ബജറ്റിലൂടെ. ധനനയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? സാമ്പത്തിക വളർച്ച കൈവരിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ പൊതുചെലവുകൾ ചുരുക്കുക എന്നിവയൊക്കെയാണ് ധനനയത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇനി ധനനയം രൂപീകരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ആണ് ധനനയം രൂപീകരിക്കുന്നത്. നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. എന്നാൽ
പണനയം, ധനനയവും പണനയവും വ്യത്യാസമുണ്ട്. പണനയം അഥവാ മോണിറ്ററി പോളിസി ഇത് രൂപീകരിക്കുന്നത് RBI ആണ്. RBI ആണ് മോണിറ്ററി പോളിസി അഥവാ പണനയം രൂപീകരിക്കുന്നത്. പലിശ നിരക്ക്, റിപ്പോ റേറ്റ് ഇതൊക്കെ ഏതിലാണ് ഉൾപ്പെടുന്നത്? പണനയത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ പണനയവും ധനനയവും തമ്മിൽ മാറിപ്പോകാതെ നോക്കുക. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 വയസ്സിലേക്കാക്കിയത്? 61 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പൊ 61 ഭരണഘടനാ ഭേദഗതി വർഷം 1988. ഈ ഭേദഗതിയിലൂടെയാണ് വോട്ടവകാശത്തിനുള്ള പ്രായപരിധി 21 നിന്നും 18 കുറച്ചത്. ഈ ഒരു ഭേദഗതി നിലവിൽ വന്ന വർഷം ഏതാണ്? 1989 ആണ്. 89. ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു. വോട്ടിംഗ് പ്രായം കുറയ്ക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി. ഇനി വോട്ടിംഗ് പ്രായത്തെ കുറിച്ച് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട ആർട്ടിക്കിൾ ആണ് 326. എപ്പോഴും PSC ചോദിക്കാറുണ്ട്. യൂണിവേഴ്സൽ അഡൾട്ട് സഫ്രേജ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയും. പ്രായപൂർത്തി വോട്ടവകാശം, അതാണ് സംഭവം. പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാ കുട്ടികളെ? 326. എത്രാമത്തെ ഭേദഗതിയാ കുട്ടികളെ? 61 ഭേദഗതി. 61 ഭേദഗതിയിലൂടെയാണ് 61 ഭേദഗതിയിലൂടെ ഭേദഗതി വരുന്നത് ഏത് ആർട്ടിക്കിളിലാണെന്ന് ചോദിച്ചാൽ 326 ആണ്. ഇനി ഓപ്ഷൻ എ 42. 1976 42 ഭരണഘടനാ ഭേദഗതി. 6 ഓർക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 4+2 ചെയ്താൽ മതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 42 ഭേദഗതി. ഭരണഘടനയുടെ പ്രിയാമ്പിൾ അഥവാ ആമുഖത്തിൽ സോഷ്യലിസം, മതേതരത്വം, സമഗ്രത അഥവാ ഇന്റഗ്രിറ്റി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തതും മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയതും ഒക്കെ ഏത് ഭേദഗതിയിലൂടെയാണ്? 42 ഭേദഗതിയിലൂടെയാണ്. ഇനി 74 ഭേദഗതി വർഷം ഏതാണ്? 1992. നഗരസഭകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി ഏതാന്ന് ചോദിച്ചാൽ 74 ഭേദഗതി. ഭരണഘടനയിൽ പാർട്ട് 9A, ഭരണഘടനയിലെ പാർട്ട് 9A, 12ാം ഷെഡ്യൂൾ എന്നിവ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലൂടെയാണ്? 74 ഭേദഗതി. നെക്സ്റ്റ് 91 വർഷം ഏതാണ്? 2003. മന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല എന്ന് നിജപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 91st ഭേദഗതിയാണ്. മന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല എന്ന് നിജപ്പെടുത്തിയ ഭേദഗതി ഏതാ? 91st ഭേദഗതിയാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അപ്പൊ നമ്മുടെ കോഴ്സിന്റെ കാര്യം മറന്നു പോകരുത്. എല്ലാ കോഴ്സുകളും 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. ഇപ്പൊ മുഹറം പ്രമാണിച്ച് ഓഫറും കൂടെ ഉണ്ട്. അടുത്ത ചോദ്യം, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. അപ്പൊ വിഴിഞ്ഞത്തെ പറ്റി എന്തായാലും ഇനി ഒരുപാട് ചോദ്യങ്ങൾ വരും. നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏത്? ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. പൊതു സ്വകാര്യ പങ്കാളിത്തം, അതായത് PPP മോഡൽ എന്ന് പറയും, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഈ ഒരു മോഡലിൽ അല്ലെങ്കിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ സംസ്ഥാന സർക്കാരും അദാനി ഗ്രൂപ്പും ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന് പ്രകൃതിദത്തമായി 20 മുതൽ 24 മീറ്റർ വരെയാണ് ആഴമുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മദർഷിപ്പുകൾക്ക് സുഗമമായി അടുക്കാൻ അനുയോജ്യമായ സാഹചര്യവും ഒരുക്കുന്നു. കൂടാതെ അന്താരാഷ്ട്ര, ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ പ്രസ്താവന രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അന്താരാഷ്ട്ര കപ്പൽ ചാല അഥവാ ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുടങ്ങിയ ആഗോള തുറമുഖങ്ങളോട് മത്സരിക്കാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വിഴിഞ്ഞത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. 8ാം നൂറ്റാണ്ട് മുതൽ 11ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ തെക്കൻ കേരളം ഭരിച്ചിരുന്ന ആയി ഡൈനാസ്റ്റി അഥവാ ആയി രാജവംശത്തിന്റെ
തലസ്ഥാനമായിരുന്നു വിഴിഞ്ഞം. കൂടാതെ പ്രധാന വാണിജ്യ തുറമുഖവുമായിരുന്നു വിഴിഞ്ഞം. അതുകൂടി ഒന്ന് ഓർക്കുക. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം കേരളത്തിന്റെ സാഹചര്യമല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണാണ്. ചെങ്കൽ മണ്ണ് ഓർക്കുക. ഈ ഇരുമ്പിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഈ ചെങ്കൽ മണ്ണിനൊക്കെ ഒരു ചുവപ്പ് നിറം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ലാറ്ററെ, LATERE, ലാറ്ററെ എന്ന ലത്തീൻ പദത്തിന്റെ അർത്ഥം എന്താ? ഇഷ്ടിക എന്നാണ്. ഇഷ്ടിക. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലാറ്ററേറ്റ് മണ്ണാണ്. ലാറ്ററേറ്റ് മണ്ണ്. ഓക്കെ, ഇനി ഓപ്ഷൻ എ നോക്കിക്കേ. കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ. മറ്റു പേരുകൾ എന്തൊക്കെയാ? റിഗർ സോയിൽ, റിഗർ REGUR, റിഗർ സോയിൽ, ചെർണോസം, കറുത്ത പരുത്തി മണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്ന, ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? കറുത്ത മണ്ണാണ്. ആ പേര് പോലെ തന്നെ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ്. ഏത് ശിലകൾ പൊടിഞ്ഞാണ് ഇത് രൂപപ്പെടുന്നത്? ബസാൾട്ട്. ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞാണ് കറുത്ത മണ്ണ് രൂപപ്പെടുന്നത്. ഇനി ഓപ്ഷൻ ബി എക്കൽ മണ്ണ് അഥവാ അലൂവിയൽ സോയിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം നദികളുടെ നിക്ഷേപണം വഴി രൂപപ്പെടുന്ന മണ്ണിനമാണ്. ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. നെല്ല്, ഗോതമ്പ്, കരിമ്പ് തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ മണ്ണ് കൂടിയാണ് എക്കൽ മണ്ണ്. അടുത്തത് പർവ്വത മണ്ണ്, മൗണ്ടെയിൻ സോയിൽ. ജൈവാംശം, ഹ്യൂമസ് അല്ലെങ്കിൽ ജൈവാംശം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ പർവ്വത മണ്ണാണ്. തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതുകൂടിയാണ്? പർവ്വത മണ്ണാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? കേരളം. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് ഇന്ത്യയിലെ ആകെ പ്രകൃതിദത്ത റബ്ബർ അഥവാ നാച്ചുറൽ റബ്ബർ ഉൽപാദനത്തിന്റെ 70% അധികവും കേരളത്തിലാണെന്ന് ഓർക്കുക. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കോട്ടയം. അതുകൊണ്ട് തന്നെ കോട്ടയമാണ് ലാൻഡ് ഓഫ് ലാറ്റക്സ് എന്നറിയപ്പെടുന്നത്. ലാൻഡ് ഓഫ് ലാറ്റക്സ് എന്നറിയപ്പെടുന്ന സ്ഥലം അല്ലെങ്കിൽ ജില്ല ഏതാണ്? കോട്ടയമാണ്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റബ്ബർ ബോർഡിന്റെ ആസ്ഥാനവും എവിടെ സ്ഥിതി ചെയ്യുന്നു? കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് രൂപീകരിച്ച വർഷം ഏതാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷം 1947 കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റബ്ബർ ബോർഡ് രൂപീകരിച്ചത്. ഇനി ഇന്ത്യയിൽ ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് 1902 പെരിയാർ റബ്ബർ കമ്പനിയാണ് തുടക്കമിട്ടത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് തായ്ലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം ആദ്യത്തെ 5 ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാന്ന് ചോദിച്ചാൽ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ടിസ്കോയാണ്. ജംഷഡ്പൂരിലെ ടാറ്റ ഇരുമ്പുരുക്ക് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇത് രൂപീകരിച്ചത് 1907 JN ടാറ്റയാണ്. JN ടാറ്റ എന്ന ജംഷഡ്ജി നുസർവാൻജി ടാറ്റ. ജംഷഡ്ജി നുസർവാൻജി ടാറ്റയാണ് ഈ ഒരു ടിസ്കോ രൂപീകരിച്ചത്. ഉൽപാദനം ആരംഭിച്ചത് 1911 മുതലാണ്. അപ്പൊ ജാർഖണ്ഡിലെ ജംഷഡ്പൂരിന്റെ പഴയ പേര് അറിയോ? സാഗ്ജി എന്നതാണ് ജംഷഡ്പൂരിന്റെ പഴയ പേര്. അപ്പൊ അവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സുബർണരേഖ, ഖർഖായി എന്നീ നദികളുടെ തീരത്താണ് ഈ ഒരു പ്ലാന്റ്. സുബർണരേഖ, ഖർഖായി എന്നീ നദികളുടെ തീരത്താണ് ഈ ഒരു പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഉരുക്ക് നഗരം അഥവാ സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ജംഷഡ്പൂർ ആണ്. കൂടാതെ പിറ്റ്സ്ബർഗ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ഏതാണ്? ജംഷഡ്പൂർ ആണ്. ഇനി ബാക്കി ഓപ്ഷനിലേക്ക് വന്നാൽ ഓപ്ഷൻ എ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് കർണാടകയിലെ ഭദ്രാവതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭദ്ര നദിക്കരയിൽ. സ്ഥാപിച്ച വർഷം 1923. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ.
അടുത്തത് റൂർക്കേല, ഓപ്ഷൻ സി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജർമ്മനിയുടെ സഹായത്തോടെ 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ ഒരു ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിച്ചത്. ഇനി ഇന്ത്യയിലെ പ്രധാന പൊതുമേഖല ഇരുമ്പുരുക്ക് പ്ലാന്റുകളുടെ മേൽനോട്ടം വഹിക്കുന്നത് ഏതാന്ന് ചോദിച്ചാൽ സെയിൽ ആണ്. സെയിൽ എന്നാൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇത് രൂപീകരിച്ച വർഷം ഏതാ? 1973. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 4 ഓപ്ഷന്റെയും മാക്സിമം ഫാക്ട്സ് തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ പറഞ്ഞാൽ മതി, നമുക്ക് ഇനിയും ഉൾപ്പെടുത്താവുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കാൻ വേണ്ടി നോക്കുമല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. All the best for your exam preparation. God bless you all. Thank you.